അപ്പോൾ നമ്മൾ അവിടെ നമുക്ക് പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് വന്നു. നമ്മുടെ വൈറ്റ് ചർച്ചിൻ്റെ, ഗോവ വൈറ്റ് ചർച്ചിൻ്റെ മറ്റൊരു ഏരിയയിലേക്ക് വന്നു. ഇവിടെ അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടു. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോയാലോ. ഇതാണ് ഒരു ക്രോസാണത്. ഭയങ്കര മനോഹരമായൊരു ക്രോസാണ്. നമുക്ക് ആദ്യം അതിൻ്റെ വൈഡ് ആംഗിൾ നമുക്കൊന്ന് കാണാം. കണ്ടോ? ഇനി ഇതിൻ്റെ മറ്റൊരു ആംഗിളിലെ ബ്യൂട്ടി ഉണ്ടോ? ഇനി ഇതിൻ്റെ വേറൊരു ആംഗിളിലെ ബ്യൂട്ടി ഉണ്ടോ? കാരണം ഇത് അത്രയും ഹൈറ്റുള്ളതുകൊണ്ട് നമ്മൾ ലോ വെച്ചാലും അതിൻ്റെ ഒരു ബ്യൂട്ടി അത്രയും കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് കാണിക്കുന്നത്. ഇനി നമ്മൾ ലോയിൽ പോകും. എങ്ങനെയുണ്ട്? നൈസല്ലേ? ഇനി ഇതിൻ്റെ എങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അതിൻ്റെ പണികളെല്ലാം കല്ലും കൊണ്ടാണേ. കണ്ടോ? അത് വെട്ടുകല്ലുകൾ കൊണ്ട് തീർത്തതാണിത്. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ നോക്കാം. നൈസല്ലേ? ഇനി ഇതിവിടെ വെറുതെ അല്ല ഇതിവിടെ സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം പറയാം. അതായത് ഇതായിരുന്നു ഇവിടുത്തെ പണ്ടത്തെ ഗേറ്റ്. ഈ ഗേറ്റിൽ കൂടെ വേണമായിരുന്നു ഇതിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗേറ്റ് തുറന്നിട്ട് അന്നത്തെ കാറുകൾ അറിയാലോ, അധികം പൊക്കമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു 3.5-4 അടി ആയിരിക്കും അതിൻ്റെ ഹൈറ്റ് ഉണ്ടാവുക ചിലപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് ആ ഗേറ്റിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആദ്യം കാണുന്ന സാധനം എന്തായിരിക്കും? മരങ്ങളൊക്കെ ഇപ്പോൾ ആ ചില്ലുകളൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു വ്യൂ ആയിരിക്കില്ലേ പണ്ട് ആ വണ്ടിയിലൂടെ എൻട്രി ചെയ്യുമ്പോൾ കാണാം. എന്ത് മനോഹരമായിരിക്കും ആ വ്യൂ അല്ലേ? രസമല്ലേ? നൈസ്. ഇനി ഇവിടെ കുറേ കൊത്തുപണികളുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്തെ വർക്കാണ് ഇതൊക്കെ കേട്ടോ. അതിന് ഡോർ വിൻഡോ ഓർ വിൻഡോ ജാമ്പ്. ഓക്കെ, അങ്ങനെ ഓരോന്നും എന്തിനാണ് എന്നുള്ളത് വരെയുണ്ട്. പോർഷൻ ഓഫ് ദ അയോണിക് ക്യാപിറ്റൽ. ഓക്കെ, ആളുകൾ ക്രോസ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ വൈഡ് വ്യൂ അങ്ങോട്ട് കാണിക്കും. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഓരോ വർക്കുകളും ഓരോ കൊത്തുപണിയും എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്നുള്ള ഡീറ്റെയിലൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ നമുക്ക് പയ്യെ അവിടെ നിന്ന് കാണിക്കും. ക്രൗഡ് വരുമ്പോൾ നമ്മൾ പയ്യെ ക്യാമറ ഒന്ന് മാറ്റി കൊടുക്കും. പാർട്സ് ഓഫ് ഡോർജം
ഫില്ലർ പോർഷൻ എന്താ എല്ലാത്തിനും അതായത് ഒരു ഇതുണ്ട് കേട്ടോ. ഓർണമെൻ്റൽ സ്റ്റോർ ഓഫ് പെഡിമെൻറ്റ്. അത് ഇങ്ങനെ കാണണം പെഡിമെൻറ്റ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് എന്ത് സംഭവം എന്നുള്ളത്? അതായത് നമ്മൾ മറ്റേ മുകളിൽ മറ്റേ ഇതിൽ വയ്ക്കല് സൺസൈഡ് എന്നൊക്കെ പറഞ്ഞ് വയ്ക്കല് എന്ന് പറഞ്ഞവർ അതുപോലെ ഇതുപോലെ പൊക്കി കൊണ്ടുവന്നിട്ട് മുകളിൽ കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. നല്ല രസമുണ്ട്. അതൊക്കെ ഓരോ സംഭവവും ഓരോന്നിനും വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത് പഠിക്കാനുള്ള കാര്യം. ആർക്കിടെക്ചറൽ മെമ്പർ വിത്ത് ഫ്ലോറൽ മോട്ടീവ്സ്. ഫ്ലോറൽ മോട്ടീവ്സോ എൻ്റെ പൊന്നെ. ഫ്ലോറൽ ഡിസൈൻ. ആഹാ. വാട്ടർ ചാനൽ. നൈസല്ലേ നോക്കി. ഇങ്ങോട്ടെ ഹീഗിൾ. എല്ലാ സാധനങ്ങളും നമ്മൾ പോയിട്ടൊരു ഈ പല നമ്മൾ പഴയ പാലസിലൊക്കെ പോലെ ഹായ് നമ്മൾ പഴയ പാലസിലൊക്കെ പോലെ ഈ പാലസിൽ പോകുമ്പോൾ നമ്മൾ ഇതൊക്കെ അവരങ്ങനെ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചേക്കണായിരിക്കും. അന്നത്തെ കാലത്ത് ഒന്നുമല്ല. എല്ലാ സാധനങ്ങൾക്കും എല്ലാ ക്രിയേറ്റിവിറ്റിക്കും ഒരു കൃത്യമായിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ ക്രിയേഷനുണ്ട്. അത് അവരത് ചെയ്ത് വരച്ചിട്ട് തന്നെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അന്നത്തേത്. എത്ര ബുദ്ധിയുള്ള ആൾക്കാരായിരുന്നിരിക്കും അന്നത്തെ ആൾക്കാരല്ലേ. ആർക്കിടെക്ചറൽ മെമ്പർ ഓഫ് നേച്ചർ. എന്താണ് കാണുന്നത്? ശരിക്കും നമ്മൾ അഭിനന്ദിക്കണം അവരെ. ഭയങ്കരമായിട്ട് നമ്മൾ അവരെ അംഗീകരിക്കണം. എന്താ രസമല്ലേ അത്. പില്ലർ ക്യാപിറ്റലാണത്. കോട്ട് ഓഫ് ആംസ്. അടിപൊളി. ഫ്ലോറൽ ഡിസൈൻസ് ഇരിക്കുന്നുണ്ടോ? പില്ലർ ബേസ്. എന്താല്ലേ ശരിക്കും ഇതുവരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും അതൊക്കെ ഒരു ഡിസൈനിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും വെച്ചത്. പക്ഷേ ഇതൊക്കെ യൂണീക്കായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ഡിസൈൻസാണത്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ഇതൊക്കെ കാണുമ്പോൾ ആവുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ഓടിച്ച് കണ്ടേക്കാം. കാരണം ഒരു ദിവസം മുഴുവൻ ഷൂട്ട് ചെയ്താലും ചിലപ്പോൾ തീരാവുന്നതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്, ക്രിയേഷനുണ്ട് ഇവിടെ. സോ നമുക്കിനി ഇവിടെ നിന്ന് നമ്മുടെ ഒരു വ്യൂ കാണിച്ചേ. ഇതിന്റെ മെക്കാനിസം പിടികിട്ടുന്നത് ഈ രണ്ട് കല്ല് ചുറ്റും അങ്ങനല്ല. ഇതില് നമ്മളില് ഏതാണ്ട് ഒരു പൊടിക്കത്തില്ലേ, അതിന് രണ്ട് കല്ലുണ്ടല്ലോ. ഒരു കല്ല്
അല്ല അതല്ല ഇവിടെ കിടക്കുന്ന കല്ലല്ലേ അല്ല കല്ല പക്ഷെ അത് ആ രീതിയിലല്ല പറ്റത്തുള്ളൂ പൊടിക്കാൻ. അതാ ഡാഡി ഇപ്പൊ ഡാഡി ബാഹുബലിയുടെ ഇതിനകത്ത് ഡാഡി ചെന്ന് നോക്കാം അവരെങ്ങനെയാണ് ഇല്ല ഇല്ല പേടിക്കണ്ട. ഞാൻ ഒറ്റ ഡയലോഗ് പറഞ്ഞപ്പോൾ അവർക്കപ്പോഴും മനസ്സിലായി നമ്മൾ നാട്ടുകാരാണെന്ന്. ഒരു മനോഹര ദൃശ്യമാണ്. അതും കണ്ടിട്ട് ചാപ്പൽ ഓഫ് സെൻറ്റ് കാത്തറീൻ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ ഡെസ്റ്റിനേഷനിൽ നിന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ അതിന് മുമ്പായിട്ട് നമ്മളുടെ വക ഒരു സൈൻ ഓഫ്. Okay, bye.